ആ 31-കാരിയെ വെട്ടി നുറുക്കിയ കഷ്ണങ്ങളാക്കി മിക്സിംഗ് ഗ്രൈൻഡറുകളെല്ലാം ഉപയോഗിച്ച് എല്ലും മാംസങ്ങളെല്ലാം പൊടിച്ചെടുത്തു. പിന്നീട് മുംബൈ പോലീസ് ആ കതക് തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മുംബൈ നടിക്ക് അതിദാരുണമായിട്ടുള്ള ഒരു കൊലപാതകത്തെ കുറിച്ചാണ്. അതായത് ഒരു ഫ്ലാറ്റിൻ്റെ അകത്ത് മനോജ് എന്ന് പറയുന്ന ഒരാൾ താമസിക്കുന്നുണ്ടായിരുന്നു. അതേ ഫ്ലാറ്റിൻ്റെ അകത്ത് തന്നെ സരസ്വതി എന്ന് പറയുന്ന 31-കാരിയും കൂടിയിട്ട് അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ആ ഫ്ലാറ്റിലുള്ള വേറെ ആൾക്കാരുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇവർ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ഉക്കത്ത് നിന്നും വളരെയധികം വലിയ രീതിയിലുള്ള ദുർഗന്ധം പുറത്തോട്ട് വരാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. അവിടെയുള്ള പരിസരത്തുള്ള ആളുകൾക്കെല്ലാം ഈ സ്മെല്ലും കാര്യങ്ങളും വന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളിൽ ഇതെന്താണ് സ്മെല്ല് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ഇവിടെയുള്ള അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. ഈ മനോജിന്റെ ഫ്ലാറ്റിന്റെ തൊട്ട് മുമ്പിൽ താമസിക്കുന്ന ആൾക്ക് ഈ മനോജിന്റെ ഫ്ലാറ്റിന്റെ അകത്ത് നിന്നാണ് ഈ സ്മെല്ല് വരുന്നത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ മനോജിന്റെ പക്കൽ പോയിട്ട് നിന്റെ ഈ ഫ്ലാറ്റിന്റെ അകത്ത് നിന്നാണുള്ള സ്മെല്ലും കാര്യങ്ങളും പുറത്തോട്ട് വരുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടി മനോജിന്റെ ഫ്ലാറ്റിന്റെ അടുത്ത് പോയതിനു ശേഷം കതകിൽ മുട്ടുകയാണ്. കതകിൽ മുട്ടിയ സമയത്ത് മനോജ് ആണെങ്കിൽ വീട്ടിന്റെ അകത്ത് നിന്ന് ഒരു പെർഫ്യൂമോ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു എയർ ഫ്രഷ്നർ യൂസ് ചെയ്യുന്ന സൗണ്ടും കാര്യങ്ങളും ഇദ്ദേഹം കേൾക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് മനോജ് ആണെങ്കിൽ വാതിൽ തുറക്കുകയും ചെയ്തു. മനോജിന്റെ പക്കൽ ചോദിക്കുകയാണ് ഈ ഫ്ലാറ്റിന്റെ അകത്ത് നിന്നാണുള്ള ഈ സ്മെല്ലും കാര്യങ്ങളും പുറത്തോട്ട് വരുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ മനോജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഫ്ലാറ്റിന്റെ അകത്തു നിന്നുമല്ല ഈ സ്മെല്ലും കാര്യങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ കഥ അടക്കുകയും ചെയ്തു. പിന്നീട് ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നതോടുകൂടി തന്നെ വളരെയധികം സ്മെല്ലും കാര്യങ്ങളും വരികയും ചെയ്തു. പിന്നീട് മനോജിന്റെ ഫ്ലാറ്റിനകത്ത് നിന്നാണ് ഈ സ്മെല്ല് വരുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് അപ്പാർട്ട്മെന്റിലുള്ള ആളുകളെല്ലാം ഇദ്ദേഹം വിളിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് ആ ഫ്ലാറ്റിൽ ആ കഥക് മുട്ടി നോക്കുന്ന സമയത്ത് കഥകും കാര്യങ്ങളൊന്നും തുറക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പെട്ടെന്ന് തന്നെ പോലീസുകാരെ വിളിച്ചു കൊണ്ടുവരികയും ചെയ്തു. പോലീസുകാർ വന്നതിന് ശേഷം പിന്നീട് ആ കഥക് മുട്ടി വെക്കുമ്പോൾ തുറന്നു വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് മുംബൈ പോലീസ് ആ കഥകങ്ങ് തകർക്കുകയാണ്. ആ വാതിൽ തകർത്തതിന് ശേഷം അകത്തോട്ട് കയറി മുംബൈ പോലീസ് കണ്ടിട്ടുണ്ടായിരുന്നത് ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു. അതായത് ഒരു ഏരിയൻ്റെ അകത്താണെങ്കിൽ എല്ലും അതുപോലെ തന്നെ ഇറച്ചിയൊക്കെ കൂടിയിട്ട് മിക്സിംഗ് ഗ്രൈൻഡറെല്ലാം ഉപയോഗിച്ച് തന്നെ മൈദ പോലെ തന്നെ പൊടിച്ചിട്ട രീതിയിലായിരുന്നു കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. മറുവശത്ത് നോക്കുന്ന ടൈമിനകത്താണ് കുക്കറിൻ്റെ അകത്താണ് ഇറച്ചിയൊക്കെ വേവിച്ച രീതിയിലായിരുന്നു മനുഷ്യൻ്റെ ശരീരം അവിടെ വേവിച്ച രീതിയിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അത് നോക്കുന്ന സമയത്ത് കുറച്ചപ്പുറത്ത് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അകത്താണെങ്കിൽ ഇത്തരത്തിൽ തന്നെ മനുഷ്യൻ്റെ ശരീരമായിരുന്നു. പിന്നീട് മനോജ് പുറത്തു പോയതിനു ശേഷം അകത്തോട്ട് കയറി വരികയും ചെയ്തു. അകത്തോട്ട് കയറി വന്നപ്പോൾ പിന്നീട് മനോജിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് മനോജിനെ ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. അപ്പോൾ മനോജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സരസ്വതി എന്ന് പറയുന്ന ഒരുത്തി എൻ്റെ കൂടെ താമസിക്കുന്നുണ്ടായിരുന്നു. അവൾ തൂങ്ങി മരിച്ചതിന് ശേഷം പിന്നീട് അവളെ ഡെഡ് ബോഡി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് തന്നെയായിരുന്നു ഞാൻ ഇങ്ങനെ ഇദ്ദേഹത്തിൽ ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. പിന്നീട് ഇത് മീഡിയ ഏറ്റെടുക്കുകയും പിന്നീട് മീഡിയ ഏറ്റെടുത്ത് തന്നെ പിന്നീട് വാർത്ത കൊടുക്കുകയും ചെയ്തു. വാർത്ത കൊടുത്തപ്പോൾ സരസ്വതിയുടെ സഹോദരിമാർ പിന്നീട് പോലീസുകാരുടെ പക്കൽ വരികയാണ്. പോലീസുകാരുടെ പക്കൽ വന്നതിന് ശേഷം പറയുകയാണ് ഈ മനോജ് സരസ്വതിയും കൂടിയിട്ട് കല്യാണം കഴിച്ച ആളുകളാണ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ സഹോദരി പിന്നീട് പോലീസുകാർ കൊണ്ടുപോയതിനു ശേഷം മൊഴിയെടുക്കുകയാണ്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു കൂൾ ബാറിൽ വെച്ച് കാണുകയാണ്. കൂൾ ബാറിൽ വെച്ച് കണ്ടതിന് ശേഷം പിന്നീട് രണ്ടുപേരും സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് രണ്ടുപേരും കൂടിയിട്ട് വിവാഹം കഴിക്കാൻ വേണ്ടി തുടങ്ങിയാണ്. അതായത് 9 വർഷങ്ങൾക്ക് മുമ്പേ ഇവർ രണ്ടുപേരും വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ ഈ സഹോദരിമാർ എതിർത്തിട്ടുണ്ടായിരുന്നു. ഈ സഹോദരിമാർ പറയുന്നത് കേൾക്കാതെ തന്നെ സരസ്വതിയും മനോജും കൂടി വിവാഹം കഴിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പിന്നീട് പോലീസുകാർ നേരെ പോയതിനു ശേഷം മനോജിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അപ്പോൾ മനോജ് എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ മുഴുവനായി തുറന്നു പറയുകയാണ്. അതായത് ഇവൻ ആദ്യം പോലീസുകാരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവർ രണ്ടുപേരും അച്ഛനും മകളും തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളുമാണ്. ഇവൻക്ക് HIV പോസിറ്റീവ് ഉണ്ട്. അതായത് ഇവൻക്ക് ഒരു ആക്സിഡന്റ് പറ്റിയ സമയത്ത് ഒരു HIV പോസിറ്റീവ് ഉള്ള ആളുടെ ബ്ലഡും കാര്യങ്ങളുമാണ് ഇവന് ശരീരത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ മകളും അതുപോലെ തന്നെ ഒരു അച്ഛനും തമ്മിലുള്ള ബന്ധമാണ് ഞങ്ങളുടെ രണ്ടുപേർക്കും തമ്മിൽ ഇടയിലുള്ളത് എന്നായിരുന്നു പോലീസുകാരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറിച്ച് പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എല്ലായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. അതായത് 3 മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഈ മനോജിന്റെ മേലിൽ സരസ്വതിക്ക് ഒരു ചെറിയ രീതിയിലുള്ള സംശയം കാര്യങ്ങൾ വരികയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മനോജിനെ വളരെയധികം വലിയ രീതിയിൽ തന്നെ പിന്നീട് സരസ്വതി അഭിഷേകിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ഇവളെ വളരെയധികം വലിയ രീതിയിൽ തന്നെ അവോയ്ഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബെഡ്റൂമിൽ കിടക്കാൻ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ദിവസങ്ങൾ മുന്നോട്ട് കൂടുന്നതോടുകൂടി തന്നെ ഇത് പിന്നീട് വളരെയധികം വഷളാവുകയും ചെയ്തു. പിന്നീട് ഇവൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവളെ കൊന്നതിന് ശേഷം പിന്നീട് ശരീരഭാഗങ്ങൾ മുറിച്ചിട്ട് പിന്നീട് മുംബൈയിലെ പല ഭാഗങ്ങൾക്കായിട്ട് ഈ ഡെഡ് ബോഡി കൊണ്ടുപോയി ഡബ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവളെ കൊലപാതകം ചെയ്യുകയും ചെയ്തു. ഇവളെ കൊലപാതകം ചെയ്തതിന് ശേഷം പിന്നീട്
മിക്സിംഗ് ഗ്രൈൻഡറുകളെല്ലാം ഉപയോഗിച്ച് എല്ലാം പൊടിച്ചെടുക്കാമെന്നായിരുന്നു ഇവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവളെ കൊലപാതകം ചെയ്തതിന് ശേഷം പിന്നീട് ടൈൽസ് മുറിക്കുന്ന കട്ടർ വെച്ചുകൊണ്ട് തന്നെ ഇവളെ ശരീരഭാഗങ്ങൾ മുറിച്ച് കഷ്ണങ്ങളാക്കി മണം വരാതിരിക്കാൻ വേണ്ടി പ്രഷർ കുക്കറിലിട്ട് ഇവളെ മാംസം വേവിച്ചെടുക്കുകയും ചെയ്തു. പിന്നീട് ഗ്രൈൻഡർ മിക്സിയിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എല്ലും അതുപോലെ തന്നെ ഇറച്ചിയൊക്കെ കൂടിയിട്ട് അവനിൽ നിന്നും ഇവൻ അരച്ചെടുക്കുകയും ചെയ്തു. അതിൽ നിന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നീട് മൈദ കുഴച്ച രീതിയിലോട്ട് ഇതാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്നുമുള്ള തെരുവ് നായ്ക്കൾക്ക് ഇത് ഭക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് മുംബൈ പോലീസിന്റെ ഇവൻ തുറന്നു പറയുകയും ചെയ്തു. അപ്പോൾ എന്നാൽ നമ്മൾ ഈ വീഡിയോകളെ സ്മൈലിപ്പിക്കുകയാണ്. മുംബൈ നടത്തിയ അതിദാരുണമായ ഒരു കൊലപാതകത്തെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റും അതുപോലെ സ്റ്റോറീസും ക്രൈം സ്റ്റോറീസും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള ആളുകളാണ് ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നേരെ ഇതിന് നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അഫ്രാദ്.